ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ വിചിത്ര ജീവ് എന്ന് പറഞ്ഞ പാഠഭാഗം നോക്കാം. ഓക്കെ, ഇതൊരു ചിത്രകഥയാണ്. അത് എഴുതിയിരിക്കുന്നത് സുനീതയാണ്. ഓക്കെ, വിചിത്ര ജീവ്. വിചിത്ര എന്ന് പറഞ്ഞാൽ എന്താ? വിചിത്രമായ. ഓക്കെ, ജീവ് എന്ന് പറഞ്ഞാൽ ജീവി. ഓക്കെ, വിചിത്ര ജീവി, വിചിത്രമായ ജീവി. ഓക്കെ, ചിത്രം നോക്കിയേ. ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി ബോൾ കൊണ്ട് കളിക്കുകയാണല്ലേ. വായിച്ചു നോക്കാം. ഖുഷി ഔർ ബോൾ. ഓക്കെ, ഖുഷി ഔർ ബോൾ, ഖുഷിയും ബോളും. അപ്പോൾ പെൺകുട്ടിയുടെ പേരെന്താ പറഞ്ഞിരിക്കുന്നത്? ഖുഷി. ഓക്കെ, ഖുഷിയും അതുപോലെ പന്തും. ഓക്കെ, അടുത്ത പേജിൽ വാവ് വാവ് കിത്തന മസാ, വാവ് വാവ് കിത്തന മസാ, കിത്തന എത്ര, മസാ രസകരം, എത്ര രസകരം. അവൾ സന്തോഷത്തോടു കൂടെ പന്ത് കൊണ്ട് കളിക്കുകയാണല്ലേ. പിന്നെന്താ സംഭവിച്ചേ? പന്ത് അവളുടെ കയ്യിൽ നിന്ന് എവിടെയാണ്? നദിയിലേക്ക് വീണല്ലേ. നോക്കി, നദിയിൽ ആരൊക്കെയാണ് കാണുന്നത്? കൊക്കുണ്ട്, അതുപോലെ തവളയുണ്ട്. പിന്നെന്താ കാണുന്നത്? ആമ, ഞണ്ട്, ഒരു പക്ഷി അല്ലേ. ഇതിനൊക്കെ എന്താ പറയുക? നോക്കാം. കൊക്കിന് ബഗുല എന്ന് പറയും ഹിന്ദിയിൽ. ഓക്കെ, തവളക്ക് മേണ്ഠക് എന്ന് പറയും. ഓക്കെ, അതുപോലെ പക്ഷിക്ക് എന്താണ് പറയുക? ചിടിയ. മീനിന് മച്ചലി എന്ന് പറയും. ഓക്കെ, ആമയ്ക്ക് എന്താണ് പറയുക? ആമയ്ക്ക് ഹിന്ദിയിൽ കച്ചുവ എന്ന് പറയും. ഓക്കെ, ഞണ്ടിന് കേക്കട എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അവൾ നല്ല സന്തോഷത്തോടു കൂടെ ബോൾ കൊണ്ട് കളിക്കുകയായിരുന്നല്ലേ. പെട്ടെന്ന് ബോൾ കയ്യിൽ നിന്ന് നദിയിലേക്ക് വീണ്. ഖുഷി ഉദാസ് ഹേ, ഖുഷി ഉദാസ് ഹേ. ഉദാസ്, അവൾ ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണല്ലേ. ഉദാസ് മീൻസ് ദുഃഖം. ഓക്കെ, ഖുഷി ഉദാസ് ഹേ. പിന്നെന്താ പറയുന്നത്? അപ്പം പന്തങ്ങനെ നദിയിലെത്തി. ഓക്കെ, അപ്പോൾ അവിടെ ക്രാബ്, അതായത് കേക്കട ബോളിനെ കാണുകയല്ലേ. കേക്കട എന്താ പറയുന്നത്? ഏത്തോ ഗോൾ ഹേ, ഏത്തോ ഇത് ഗോൾ. ഗോൾ മീൻസ് ഉരുണ്ടത്. ഓക്കെ, ഇത് ഉരുണ്ടിട്ടാണ് ഉള്ളത്. ചോഞ്ച് ബോൾ മേം ഫസ് ഗയി. ചോഞ്ച് എന്താ? മുന്നേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, മുന്നിലത്തെ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ചോഞ്ച് മീൻസ് ചുണ്ട്. അപ്പം ചുണ്ട്. ബോൾ മേം ഫസ് ഗയി, ബോളിൽ കുടുങ്ങിപ്പോയി. ആരുടെ ചുണ്ട കുടുങ്ങിപ്പോയി നോക്കിയേ? ബഗുലയുടെ അല്ലേ. ബഗുലയുടെ ചുണ്ടിൽ ബോൾ കുടുങ്ങിപ്പോയി. ഭാഗോ ദോസ്തോ ഭാഗോ, ഏക് വിചിത്ര ജീവ് ഹേ. ഭാഗോ മീൻസ് ഓടിക്കോ. ഓടിക്കോ കൂട്ടുകാരെ, ഓടിക്കോ. ഏക് വിചിത്ര ജീവ് ഹേ, ഇതൊരു വിചിത്ര ജീവിയാണ്. അപ്പം കൊക്ക് ബഗുല എന്ത് ചെയ്ത്? ബോളുമായിട്ട് പറന്ന് പോവുകയാണ്. ദാന കഹാൻസേ. അപ്പം മരത്തിന് മുകളിൽ ഒരു ബന്ദർ ഇരുന്നിട്ടുണ്ട്. ബന്ദർ മീൻസ് കുരങ്ങൻ. അപ്പോൾ കുരങ്ങൻ വിചാരിക്കുന്ന എന്താ? ഇതൊരു ദാന, ഒരു വിത്താണ്. ഓക്കെ, അപ്പോൾ കുരങ്ങൻ എന്താ ചോദിക്കുന്നത്? ദാന കഹാൻസേ, ഈ വിത്ത്, ഈ ധാന്യം എവിടെ നിന്നാണ്? മുജേതോ, ഇത് എനിക്ക് തരൂ. എന്നിട്ട് കൊക്കിൻ്റെ ചുണ്ടിൽ നിന്നത് പിടിച്ച് വലിക്കുന്നുണ്ടല്ലേ. പിടിച്ച് വലിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നേ? കുരങ്ങൻ്റെ കയ്യിൽ നിന്നും അത് താഴോട്ട് വീഴുന്നല്ലേ. താഴോട്ട് ഒരു ആൾ കിടന്നുറങ്ങുന്ന കാണുന്നുണ്ടല്ലോ. അയാളുടെ അടുത്തേക്കാണ് ഈ ബോൾ വന്ന് വീണത്. കിത്തന സുന്ദർ ബോൾ ഹേ, എത്ര സുന്ദരമായ ബോൾ. അപ്പം ആ കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ അടുത്താണല്ലേ ബോൾ വീണത്. അപ്പോൾ അയാൾ കാണുമ്പം പറയുകയാണ്, കിത്തന സുന്ദർ ബോൾ, എത്ര സുന്ദരമായ ബോൾ. ഫസൽ കി രഖ്വാലി കരേഗ. ഇത് ഫസൽ കി, വിളവിനെ, അതായത് പാടത്ത് വിളവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ വയ്ക്കാം. വിളവിനെ സംരക്ഷിക്കും. രഖ്വാലി കരേഗ. അബ് ഖുഷി ഖുഷ് ഹോ ഗയി. അങ്ങനെ ലാസ്റ്റ് ഖുഷിക്ക് ആ ബോൾ കിട്ടുന്നുണ്ടല്ലേ. ഖുഷി ബോൾ കാണുന്നുണ്ട്. അബ് ഖുഷി ഖുഷ് ഹോ ഗയി, ഇപ്പോൾ ഖുഷി വളരെ സന്തോഷവതിയാണ്. ഓക്കെ, അടുത്ത പേജ് നോക്കിയേ. രംഗ് ഭരേ ലിഖേ, കളറ് നൽകിയിട്ട് എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ചിത്രം എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു മീനാണല്ലേ. മീനിന് ഹിന്ദിയിൽ എന്താണ് പറയുക? മച്ചലി. ഓക്കെ, ഇവിടെ കളർ ചെയ്തിട്ട് അതിൻ്റെ പേരെഴുതുക, മച്ചലി.
അടുത്തത് ഞണ്ട്, കേക്കട. ഓക്കെ, കേക്കട. അടുത്തത് എന്താണ്? മരമാണല്ലോ. മരത്തിന് ഹിന്ദിയിൽ എന്താണ് പറയുക? പേട്. ഓക്കെ, മച്ചലി, കേക്കട ആൻഡ് പേട്. അടുത്ത പേജിൽ ഖുഷിക്കോ ലക്ഷ്യ പർ പഹുഞ്ചായേ. ഖുഷിയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് പറയുന്നത്. ഖുഷി എവിടെയാണ് പോകുന്നത്? കുളത്തിനടുത്തല്ലേ പോകുന്നത്, നദിക്കരയിൽ നിന്നല്ലേ ഖുഷി കളിക്കുന്നേ. അപ്പം താലാബ്, കുളത്തിന് എന്താ പറയുക? താലാബ്. അപ്പം ഖുഷിയെ താലാബിൻ്റെ അവിടെയാണ് എത്തിക്കേണ്ടത്. ഓക്കെ, ഖർ, താലാബുണ്ട്, ഖറുണ്ട്, ടോക്കരിയുണ്ട്. ഓക്കെ, താലാബിനടുത്തേക്ക് ഖുഷിയെ എത്തിക്കണം. ലിഖേ, എഴുതാം. ഖുഷി और बोल कहाँ जा रहे हैं? ഖുഷി और बोल താലാബ് जा रहे हैं. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതണ്ടേ? താലാബ്. ഓക്കെ, അടുത്ത പേജ് നോക്കിയേ. ചിത്ര ദേഖേ ലിഖേ. ചിത്രം നോക്കി എഴുതാനാണ് പറയുന്നത്. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? കുരങ്ങനുണ്ട്, തവളയുണ്ട്, മത്സ്യമുണ്ട്, അതായത് മീനുണ്ട്, കൊക്കുണ്ട്, മരമുണ്ട്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലേ. അപ്പം ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണോ കാണുന്നത് അതിവിടെ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് അവർ തന്നിട്ടുണ്ട്. യ താലാബ് ഹേ, ഇത് കുളമാണ്. ഓക്കെ, യ ക്യാ ഹേ, ഇത് എന്താണ്. യ കോൻ ഹേ, ഇത് ആരാണ്. അപ്പം ഇതെന്താണ്, ഇതാരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പം ഇതെന്താണ്, ഇതൊരു ബന്ദർ ഉണ്ടല്ലേ, കുരങ്ങൻ. അപ്പോൾ ഇതൊരു ബന്ദറാണ്. യ ബന്ദർ ഹേ. പിന്നെന്ത് എഴുതാം? യ മേണ്ഠക് ഹേ. യ കോൻ ഹേ? യ മേണ്ഠക് ഹേ. അപ്പം ഇവിടെ എന്ത് എഴുതാം? യ മേണ്ഠക് ഹേ. പിന്നെന്താ കാണുന്നത്? മച്ചലി ഉണ്ടല്ലേ. യ മച്ചലി ഹേ. ഓക്കെ, അടുത്ത പേജിൽ താലിക ദേഖേ ചിത്രക്കോ രംഗ് ദേ. ഇവിടെ കള്ളിയിൽ ഒരു ബോക്സിനകത്ത് ഇവിടെ താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. അതിന് നേരെ കളേഴ്സിൻ്റെ പേരും നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓരോ ചിത്രവും നോക്കി അതിന് നേരെ ഏത് കളറാണോ തന്നിട്ടുള്ളത് ആ കളറ് ചിത്രത്തിന് നൽകാനാണ് ഇവിടെ പറയുന്നത്. കച്ചുവ. കച്ചുവ എന്താ? ആമ. ആമക്ക് ഭൂര എന്താ? ബ്രൗൺ നിറം അല്ലേ, തവിട്ട് നിറം. അപ്പം ആമക്ക് ബ്രൗൺ നിറം നൽകാം. അതുപോലെ മച്ചലിക്ക് പീല, മഞ്ഞ നിറം നൽകാം. മേണ്ഠക്, തവളയ്ക്ക് എന്താ? ഹര, പച്ച നിറം നൽകണം. ഫൂൽ, പൂവിന് ചുവപ്പ് നിറം നൽകണം. കൗവ, കൗവ മീൻസ് കാക്ക, കാക്കയ്ക്ക് കറുപ്പ് നിറം നൽകണം. ഓക്കെ, ചിത്ര ദേഖേം ഔർ ഖാലി സ്ഥാൻ ഭരേം. ചിത്രം നോക്കി ഇവിടെ ഒഴിഞ്ഞ ഭാഗത്ത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. കുറേ നമ്പേഴ്സ് നൽകിയിട്ടുണ്ടല്ലേ. 5 തക്ക് 1 2 3 4 5. ഒന്നിന് ഏക്ക് എന്ന് പറയും. ഓക്കെ, താഴെ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 2ന് ദോ എന്ന് പറയും. 3ന് തീൻ, 4ന് 4, 5ന് 5 എന്ന് പറയും. ഓക്കെ, ഇവിടെ ഒരു കുരങ്ങനുണ്ട്. അപ്പം എന്താ എഴുതിയിരിക്കുന്നത്? ഏക് ബന്ദർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. 2 ആമയുണ്ടല്ലേ. 2ന് എന്താണ് പറയുക? ദോ. അപ്പം ദോ കച്ചുവേ. കച്ചുവ എന്ന് പറഞ്ഞാൽ ആമയാണ്. അപ്പം 2 ആമകൾ ഉണ്ട് എന്നല്ലേ പറയണ്ടേ. അപ്പം കച്ചുവേ. ഓക്കെ, പിന്നെന്താ ഉള്ളത്? 3 കൊക്കുണ്ടല്ലേ. 3 ബഗുലേ. പിന്നെന്താ? 4 മച്ചലിയാം. പിന്നെ 5 ഫൂൽ. ഓക്കെ, അടുത്ത പേജിൽ പെഹചാനെ ഖംബ ഭരേ. ഇവിടെ ബോക്സിൽ ഒരുപാട് വേർഡ്സ് നൽകിയിട്ടുണ്ട്. ഓരോ അക്ഷരത്തിന് നേരെയും അതായത് അതേ അക്ഷരം വരുന്ന വാക്കുകൾ ഇവിടെ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ച എന്നതിൽ അവർ എഴുതിയിട്ടുണ്ട് ചിടിയ. കാൽ എന്താ വരിക? കലിയാം. തിൻക. ഓക്കെ, രാത്. സുബഹ്. പേട്. ഘർ. അടുത്തത് ഖയിൽ ഖുഷി. ഓക്കെ, ധൂപ്പ്. ഓക്കെ, അപ്പം അതിവിടുന്ന് എടുത്തിട്ട് ഈ ബോക്സിൽ പൂരിപ്പിക്കുക. ഓക്കെ.